ഇങ്ങനെ ഒരു കപ്പ് കിട്ടിയിട്ട് എന്താണ്? ജനുവിനായിട്ട് അവിടെ നിന്ന് ഗെയിം കളിച്ച് നല്ല ശക്തമായി ഗെയിം കളിച്ച് ഒരു കപ്പ് മേടിക്കുന്നതും ഈ ഇങ്ങനെ വളഞ്ഞ വഴി കപ്പ് മേടിക്കുന്നതും തമ്മിൽ ഭയങ്കര ഒരു മോശമല്ലേ അത്? അങ്ങനെ ആ കപ്പ് അവിടെ ഇരിക്കുമ്പോൾ അത് ഒരു ജൂനിയർ മാൻഡ്രയ്ക്ക് ഇരിക്കുന്ന കണക്കാണ്. ആ വ്യക്തിയുടെ കണ്ണുനീരാണ് ഇരിക്കുന്നത്. കിട്ടാൻ അർഹനായിട്ടുള്ള അനീഷിൻ്റെ കണ്ണുനീരിൽ ചാലിച്ച കപ്പാണ് അവിടെ ഇരിക്കുന്നത്. അവളെ നോക്കി കൊഞ്ഞണം കുത്തുമായിരിക്കും അവരുടെ വീട്ടിലിരുന്ന കപ്പ്. മനസ്സിലായ? ഈ കപ്പ് ഒരു വലിയ സംഭവമായിട്ടല്ല, പക്ഷേ നമ്മളെപ്പോഴും ഒരു മിഠായി ആണെങ്കിൽ പോലും അർഹിക്കുന്ന ഒരാൾക്ക് കിട്ടണമെന്ന് ആഗ്രഹിക്കുന്ന ഒരാളാണ് ഞാൻ. അപ്പോൾ അത് 100% അത് ഇപ്പോഴും ഈ വോട്ട് ചെയ്തവരെല്ലാം വീണ്ടും മണ്ടരായില്ലേ? വോട്ട് ചെയ്തവർ ഇത്രയും പേര് ഭയങ്കര രീതിയിൽ വോട്ട് ചെയ്തു, ഇവള് നല്ല കുട്ടിയാണെന്ന് പറഞ്ഞ്. പുറത്ത് വന്നപ്പോൾ അവള് തന്നെ തെളിയിച്ചില്ലേ? ആ PR വന്ന് പറഞ്ഞില്ലേ, ഞാൻ ഉണ്ടായത് കൊണ്ടാണ് ആ കുട്ടി അവിടെ നാണം കെടാതെ 50 ദിവസം പോലും നിൽക്കില്ലായിരുന്നു. അതെ, 50 ദിവസം പോലും നിൽക്കില്ല, ഞാൻ ഉണ്ടായത് കൊണ്ട് മാത്രമാണ് ആ കുട്ടി അവിടെ നിന്നേ എന്നുള്ളത്. അപ്പോൾ മനസ്സിലാക്കേണ്ടത് ഗെയിം കളിച്ചിട്ടല്ല ആ കുട്ടി നിന്നത്. കാശ് കൊടുത്ത് ഇപ്പം എത്ര ലക്ഷമാണോ ലക്ഷം കൊടുത്ത് ആ ഫേക്കായിട്ട് PR വർക്ക് എന്ന് പറഞ്ഞ ഒരു ഫേക്കാണല്ലോ. മനസ്സിലായോ? PR വർക്ക്സ് എന്ന് പറയുന്നത് ആടിനെ പട്ടിയായി കാണിക്കുകയാണ്. അതാണ് PR വർക്ക്സ് എന്ന് പറയുന്നത്. യഥാർത്ഥ കഴിവുള്ള ഒരു ആളെ ഉണ്ടെങ്കിൽ അയാൾക്കൊന്നും കാണിക്കേണ്ട ആവശ്യമില്ല. അയാൾ എന്താണോ അവിടെ കാണിക്കുന്നത് അത് പുറത്ത് വന്നാൽ മതി, പ്രേക്ഷകർ ഏറ്റെടുക്കും. ഇവിടെ കാണിച്ചതെന്ന് പറയുന്നത് ഇവിടെ പിന്നെ അതായത് ആടിനെ പട്ടിയാക്കി ഇവരെ PR കാണിച്ചു എന്നുള്ളതാണ്. അത് അവൻ തന്നെ പറയുന്നുണ്ട്, PR തന്നെ പറയുന്നുണ്ട്. 50 അല്ലെങ്കിൽ കുറച്ച് ഇത്ര ദിവസം നിൽക്കേണ്ടതുള്ള കരഞ്ഞ് മെഴുകി അവൾ ഇറങ്ങേണ്ടുള്ളതാണ്. അപ്പം ഞാനാണ് അവളെ വിജയിപ്പിച്ചത്. അപ്പം ഇത്രയും ജനങ്ങൾ ഇത് മനസ്സിലാക്കണ്ടേ? ഞങ്ങൾ ഇത്രയും വോട്ട് ചെയ്ത് അവളേന്നും പറഞ്ഞു നടന്നാൽ ഞങ്ങൾ മണ്ടരാണെന്നുള്ളത് ഇവർ മനസ്സിലാക്കണ്ടേ?